ഞാൻ ജോലി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളാണിത്. ഇത് പുതിയതായി വരുന്ന ഒരു കെട്ടിടമാണ്. 3 വർഷമായി ഇത് പണിയാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇവിടെ പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അവരുടെ മുറികളാണ് ഇപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നത് കാണുന്നത്. ക്രെയിൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് നിന്ന് അത് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് ആദ്യമായിട്ടാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. മറ്റു ജർമ്മൻ സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചർ നമുക്ക് ഡ്യൂസൽഡോർഫിൽ കാണാം. മിക്കവാറും ഫാഷൻ കമ്പനികളും അതുപോലെ മറ്റു കമ്പനികളുടെ ഓഫീസുകളുമാണ് ഈ ഏരിയയിലുള്ളത്. പരമ്പരാഗതമായി ഫാഷനും ട്രേഡ് ഫെയറിനും പേര് കേട്ടതാണ് ഡ്യൂസൽഡോർഫ്. വളരെ പ്രശസ്തമായ ലൈബ്ഹർ എന്ന ജർമ്മൻ കമ്പനിയുടെ ക്രെയിനാണ് നമ്മൾ ഈ കാണുന്നത്. 99% മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് പറയാവുന്ന ഈ കമ്പനി ഒരു ഫാമിലി ഓൺഡ് കമ്പനിയാണ്. ലൈബ്ഹർ ഉണ്ടാക്കുന്ന ഏറ്റവും ഉയരം കൂടിയ ക്രെയിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രെയിൻ. ക്വാളിറ്റിയിലും ഇന്നൊവേഷനിലും റിലയബിലിറ്റിയിലും സേഫ്റ്റിയിലുമെല്ലാം വളരെ പ്രശസ്തരാണ് ഈ കമ്പനി. 245 മീറ്റർ ഉയരത്തിലുള്ള ഈ ക്രെയിന് 3000 ടൺ വരെ വെയിറ്റ് താങ്ങാൻ പറ്റുമത്രേ. മനോഹരമായ ഈ കെട്ടിടത്തിൻ്റെ പേര് വൺ പ്ലാസ എന്നാണ്. ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കെട്ടിടത്തിൻ്റെ നടുമുറ്റത്ത് കഴിഞ്ഞ വർഷം 3 വലിയ കോണിഫർ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരങ്ങൾക്ക് 30 വർഷം പഴക്കവും 25 മീറ്റർ ഉയരവുമാണുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇത്ര വലിയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത്? എന്നാൽ ഡ്യൂസൽഡോർഫ് പോലുള്ള ഒരു അർബൻ സെറ്റിങ്ങിൽ വളരെയധികം കെട്ടിടങ്ങൾ പണിയുമ്പോൾ സസ്റ്റൈനബിലിറ്റി ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ്. പ്രകൃതി സംരക്ഷണം നിലനിർത്തുക എന്നുള്ളതും അർബൻ ഹീറ്റ് ഇഫക്റ്റ് കുറയ്ക്കുന്നത് വഴി ക്ലൈമറ്റ് ചേഞ്ച് ലിമിറ്റ് ചെയ്യുന്നതിനും ഇത്തരം ഗ്രീൻ പ്രോജക്റ്റ് സഹായിക്കുന്നു. കെട്ടിടത്തിന് പുറത്ത് 50 മരങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജർമ്മനിയിലും യൂറോപ്യൻ യൂണിയനിലും മിക്കവാറും സസ്റ്റൈനബിലിറ്റി അഥവാ നാഹാൽറ്റിഷ്കൈറ്റ് എന്ന ഒരു വാക്ക് നമ്മൾ വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു വാക്കാണ്. അതിന് വളരെയധികം പ്രാധാന്യം ഇവർ കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് മുമ്പ് സൂപ്പർ മാർക്കറ്റുകളിൽ ഫ്രീ ആയി കിട്ടിയിരുന്ന പ്ലാസ്റ്റിക് കൂടുകൾ. ഇപ്പോൾ 1 സെൻറ്റ് കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും